വാ ഇവിടെ ഹലോ അമ്മാരി. അപ്പൊ ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു ട്രിപ്പാണ്. നമ്മള് കഴിഞ്ഞ ആഴ്ച ട്രിപ്പ് കഴിഞ്ഞ് വന്നതാണ്. അപ്പൊ നമ്മളൊക്കെ എപ്പോഴും ട്രിപ്പാണ്. അതല്ല, നമ്മള് കഴിഞ്ഞ മാസം ഒരു ട്രിപ്പ് ഓൾറെഡി പ്ലാൻ ആക്കിയിരുന്നു. എന്താ പറയാ, അവിടെ ഇവിടേക്ക് നമ്മൾ പോണ പോലെ അല്ല, ഊട്ടിയില്ലല്ലോ, നമ്മളിപ്പോ പോണ സ്ഥലം അത് ഇവിടെ കൊടൈക്കനാലിലേക്കാണ് പോണത്. അപ്പം കഴിഞ്ഞ മാസം ഓൾറെഡി പ്ലാൻ ആക്കിയപ്പം അമ്മായിക്ക് ഇങ്ങനെ ചെറിയൊരു പ്രശ്നം, ചെറിയൊരു ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നീട്ടി. ഇപ്പം നമ്മളെ എന്താ പറയുക, ഷെഫിയൊക്ക, അതായത് മുത്തപ്പൻ്റെ മോന് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ പിന്നെയും ട്രിപ്പ് ഓണായി. അങ്ങനെ നമ്മളെ ഡ്രസ്സൊക്കെ മാറ്റി കണ്ടോ, നമ്മളെ കെസിമോനൊക്കെ ചുന്ദരനായിട്ട് ഇരിക്കുന്നത്. ഞാനും മാറ്റിക്കലും ഉമ്മച്ചൊക്കെ അവിടെ ഉണ്ട്. എല്ലാവരും മാറ്റി റെഡിയായി നിൽക്കുകയാണെങ്കിൽ മണക്കടവത്തെ ടീം വരാണ്ട്, പിന്നെ വാക്കാക്കൻ്റെ ടീം, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ, നമ്മൾ 10 ആൾക്കാരെ പോകണുള്ളൂ. ഇന്ന് അങ്ങനെ ബസ്, അതന്നെ ബസ്സില്, നമ്മൾ ടൂർ ബസ്സിൽ അടിച്ചു പൊളിച്ച് പോവാ പറയും. അപ്പൊ ഇന്നത്തെ വീഡിയോ മൊത്തം അതായിരിക്കും. ഇൻഷാല്ലാ അവരൊക്കെ പെട്ടി കാണിച്ചോണ്ടാ. ഇത് മാമന്റെ പെട്ടി. നല്ല കളർക്ക് ഫുള്ള് ഈ മഞ്ഞ, ഇതും മഞ്ഞ, എല്ലാം മഞ്ഞാണല്ലോ. എന്താ സന്തോഷം. അന്റെ നോടെ നമ്മള് ബസ് വന്ന് കേറ് പോവൂ. നമ്മള് മണപ്പുറത്തെ ടീംസ് എല്ലാരും എത്തി. വണ്ടി വല്ലതും ഉണ്ടോ? വരെ എത്തി. ഷബീബ് കാക്കി മണക്കടവത്തെ ടീം. ഇത് ഷെഫീഖ കേട്ടോ. ഇന്നലെ ഇവരാണ് നമ്മുടെ ട്രിപ്പ് പ്ലാൻ ആക്കിയത്. യെസ്. എന്താ ഫുള്ള് ലുക്കിലാണല്ലോ. ഇവിടെ ഫൈക്ക ഒരു വിറ്റ് പെട്ടിയാ നിങ്ങൾ മൂന്നാക്കി വായിച്ചത് കേറി. നാല് ഈ ഒരു ചെറിയ ഇതിലെങ്ങനെ കൊണ്ട് എന്തേനു ആ വാല് തുറന്നു കൊടുക്കുക. അല്ല, അത് നമുക്ക് തുറക്കാൻ കഴിയില്ല, കുറച്ച് ടാസ്കാ. ഇല്ല ഷെഫീഖൊക്കെ മറന്നു പോയതാണ്. നിങ്ങളെന്താ എത്ര നേരത്തെ? അല്ല, ഒരു ഹായ് പറയോ, ഒരു ഹായ് പറയോ, ഒരു ഹായ്. കണക്ക് പൊന്തൂല്ല. വാ ഷെഫിയൊക്കെ എടുത്തോളൂ. അങ്ങനെ നമ്മളെ വണ്ടി എത്തിക്കണ്. ഫോട്ടോഗ്രാഫർ ഷെഫീഖ്. അതാരാ? മൂത്താപ്പ പോവാനും കറിക്കണ്. ഹേയ് ഹായ് വരെ. ഹായ്. ഇക്കാക്ക എന്നെ കാണുന്നുണ്ടോ അറിയില്ല. ഇക്കാക്ക ഏതോ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഇപ്പൊ ഹൈലൈറ്റിന്റെ അവിടേക്ക് പോയിക്കണ്. അപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് എണീച്ചതപ്പോ ഷാറുഖ് ഖാൻ. നമ്മളെ ഷാറുഖ് ഖാൻ. എന്താ ഷാറുഖ് ഖാൻ നമ്മളെ ബാംഗ്ലൂർ ട്രിപ്പ് കളറാക്കിയാളാ. ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇങ്ങോട്ട് നോക്കണോ. ഹായ് വരി. പോയതാ പഠിക്കേ കേറൂടി. ട്രിപ്പോൺ അമ്മക്ക് അങ്ങനെ നമ്മളെ ഈ കകരെ വിട്ടിട്ടൊരു കളിയില്ല. ഇത് നമ്മളെ ഫൈക്ക ഇസ. ഇത് മോള് എല്ലാരും ചോദിക്കുന്ന മോളേതാ ഇതാണ് വലിയ മോള്. ഇങ്ങനെ കവനില്ല കാണണങ്ങള്. ഇത് ഷെബീബ്. ഇത് വലിയൊരു ഷെബീബ്, നമ്മളെ ബാംഗ്ലൂർ തല. സന്തുഷ്ടനാണ്, സുന്ദരനാണ്, എല്ലാം ആണ്. ആപ്പിളും പെണ്ണുങ്ങളെ ബഡ്ജറ്റ് നോക്കാണ്. ഇവിടെ ഒരാള് അഗോഡയില് നമ്മളെ സ്റ്റേ നോക്കാണ്.
ഷോണേ നമ്മള് വാക്കാക്കന്റെ ടീമിനെ അവിടെ പോയിട്ട് നമ്മള് പിക്ക് ചെയ്യണം. അതിനാണ് അങ്ങോട്ട് പോണത്. വെൽക്കം. ഹായ് പറയൂ. ഹായ് പറ. ഹായ് പറ. ഓ ആള് ഭയങ്കര മൊച്ചായിട്ടില്ലല്ലോ. ചെറുതിനല്ലേ? അങ്ങനെ പാട്ടും ഡാൻസ് കഴിഞ്ഞ് രാവിലെ നേരം വെളുത്തിട്ടു. പഴനി ഭാഗത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. കുറേ ഉറങ്ങി, പിന്നെ കുറേ ചാടി കളിച്ചു. എല്ലാവരും ഇപ്പം എന്താ പറയുക, വിശക്കുന്നുണ്ട് എല്ലാവർക്കും, ഭയങ്കര ക്ഷീണമുണ്ട്. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാനാണ് ഇപ്പോൾ പോകുന്നത്. ഷാരൂഖ് ഖാൻ ഞാൻ വട വാങ്ങിയത് കാക്ക പൊരിക്ക് വേണ്ടി കാത്തുക്കാണ്. നമ്മളിവിടുത്തെ ചായ വാങ്ങണില്ല, കാരണം ചായക്ക് ഇവിടെ നല്ല പൈസ ഉണ്ട്. 30 ഉറുപ്പ്യുണ്ട്. നമ്മൾ കൊണ്ടുവന്നിക്കണം അത് കുടിക്കാൻ. നമ്മളെ പിഞ്ചു ഭയങ്കരമായിട്ട് ഐഡിയ പറഞ്ഞു. രണ്ടാളും നോക്കിയേക്കണ്. വാ അങ്ങനെ ചായ കുടിച്ച് നമ്മൾ ഇറങ്ങി ചായ കുടിച്ചിട്ട് നല്ല ബില്ലായിരുന്നു. ചെറിയ ബില്ലൊന്നല്ല. നമ്മൾ രണ്ടൊരു വടയും ഒരു ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് 400 സംതിങ് ബില്ല്. അതാണ് നമ്മൾ 5 സ്റ്റാർ ഹോട്ടലുള്ള അവിടെ ബില്ലായിരുന്നു. അല്ല നമുക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും അതുപോലെ തന്നെ. അതിനെക്കൂടെ ആരും ചായ എന്താ എല്ലാരും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ നമ്മളെ അറിയുന്ന കുറച്ച് ആൾക്കാരെ കണ്ടു കേട്ടോ. നമ്മള് എന്താ പറയുക, പോണ സ്ഥലത്തൊക്കെ അങ്ങനല്ല, പോണ സ്ഥലത്തൊക്കെ നമ്മൾ അറിയുന്നവരെങ്ങനെ കാണുമ്പോൾ നമ്മളോട് ഒന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്. ചെറിയൊരു ഗ്യാങ് തന്നെ. അപ്പോൾ ഒരു അമ്മയോട് വന്ന് സംസാരിച്ച് ഭയങ്കര ഹാപ്പിയായി. ഇനിയിപ്പം ഇവിടുന്ന് ചുരമൊന്നും കയറിയിട്ടില്ലെങ്കിൽ ചുരം 1-2 മണിക്കൂറൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അതൊക്കെ ഇരിക്കണ കേട്ടോ, ആരാ ഇരിക്കണത്? പൈസ പോയി, കൊറേ പൈസയായി. ഇതാണ് ബെസ്റ്റ് റിവ്യൂ. നമ്മള് പിഞ്ച് കൊണ്ടുവന്ന ചായ നമ്മളെ മുണ്ടേരിത്തെ മുന്നീർത്താത്തന്റെ സാധനമാണ്. അല്ല, ഇതാ വെറുതെ അമ്മച്ചി പറഞ്ഞിട്ട് എടുത്തോണ്ടെന്നല്ലേ. ആണേ
ആ അപ്പൊ നമ്മള് പ്രോപ്പർട്ടിയിലേക്ക് എൻട്രി ചെയ്യാണ്. അതിസാഹസ്യമായ ഡ്രൈവിംഗിലാട്ടോ. നിങ്ങളെ പേരെന്തേനു? ഗൂഗിൾ 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 മച്ചാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ആ അതന്നെ. റിസോർട്ട് മോഡല്, അതായത് 10 ഏക്കറില് ഒരു വീട്, വലിയ ബഡ്ജറ്റ് വലിയ വില ഒന്നുമില്ല. അപ്പം അത് ഉറപ്പിക്കാന്ന് വിചാരിച്ച്. നല്ല വ്യൂ ഒക്കെ ഉണ്ട് ഇവിടെ, നല്ല അടിപൊളി വ്യൂ ആണ്. ഇതാണ് നമ്മുടെ റിസോർട്ട്. തുറന്നിട്ട് നോക്കാം. ഇവിടെ ക്ലീൻ ആക്കണം. ടോട്ടൽ 5 റൂമാണുള്ളത്. നമുക്ക് 5 റൂം ധാരാളമാണ്. അപ്പം കണ്ടോ, നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി റിസോർട്ട്. അങ്ങനെ നമ്മളെ റിസോർട്ട് സെറ്റായി. അപ്പോൾ ഇതിനൊക്കെ ഇവിടെ ഷബീബിനെ ഫോട്ടോഷൂട്ട് ഞാൻ പിന്നെയും പറയുന്നത്, ഷബീബിനെ പെണ്ണിനെ നോക്കുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാ. നല്ല ചെക്കനാണ്, സൽഗുണ സമ്പന്നനാണ്. ഹായ് ഷഫീഖ. ഏയ് നമ്മളെ ഷാറുഖ് ഖാൻ. നമ്മളെ സുന്ദരൻ. അങ്ങനെ നമ്മൾ മാറ്റിലൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടൈം ഇപ്പം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. എൻ്റെ പ്യാപ്പിളാണ് മെയിനായിട്ട് ലേറ്റ് ആക്കി. ഹലോ മന്തിയോ? നമുക്ക് മന്തിയോ വേണ്ടി? അങ്ങനെ നമ്മൾ ഇന്ന് ബിരിയാണി കഴിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ലേക്കിന്റെ അടുത്തേക്കാണ്. ഭയങ്കര സൗണ്ടാണ്. കേക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല. ലേക്കിന്റെ അവിടേക്കാണ് പോവാൻ വിചാരിക്കുന്നത്. നല്ല അടിപൊളി ഫുഡ് കേട്ടോ. വിശന്നിട്ടാണോ അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മളെ ലൈക്കിന്റെ ഭാഗത്തെത്തി. എന്താ അതന്നെ ഷബീബ്ക്കാര് കൊല നോക്കിക്ക. എന്താണ് ചെറിയ കഴിക്കാൻ വേണ്ടിട്ട് വിളിച്ചോന്ന് കുട്ടികളെ പിടിച്ചിട്ട് വാങ്ങ. അങ്ങനെ നമ്മള് ലൈക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ടൈം 7 മണിയാവാനായിരിക്കും കേട്ടോ. അപ്പം ബാക്കിയുള്ള സ്ഥലത്തൊന്നും പോവാൻ കഴിയില്ല. അപ്പം നമ്മൾ വിചാരിച്ച് റിസോർട്ടിലേക്ക് തന്നെ പോവാം. അപ്പോൾ അവിടെ അത്യാവശ്യം കാണാനുള്ള അവിടെ ഏരിയ ഉണ്ട് എന്ന് പറഞ്ഞ് കാക്ക് ഉറക്കുന്നുണ്ട്. കാക്ക് മാത്രം നമുക്ക് എല്ലാവർക്കും ഉറക്കും, കാരണം ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോ അല്ല സത് അവിടെ ഉറങ്ങണം. അപ്പം ഇനി അവിടെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെ റൂമിലെത്തി നമ്മൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ മാറ്റി. ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ ഉള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാ ജാക്കറ്റ് ഇട്ട് എടാ എന്താ മൈൻഡ് ചെയ്യാതെ പോണേ. അവിടെ ലൈറ്റില്ലായിട്ട് രസമില്ല കേട്ടോ. അല്ല ചെറുമാരൊക്കെ ഉണ്ടാവൂലേ. ഈ ക്യാമ്പ് ഫയർ നടക്കുന്ന സ്ഥലത്ത് സത്യത്തിൽ അവിടെ ലൈറ്റിലിടാൻ അതുകൊണ്ട് ആരും കാണാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ കുറച്ച് അന്താക്ഷരിയും കാര്യങ്ങളൊക്കെ കളിച്ച് കുറേ നേരം വർത്താനും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് പിന്നെ നേരെ പോയി കിടന്നു. അവിടെ ലൈറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരും മുഖം മര്യാദയ്ക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഫുഡും കാര്യങ്ങളും എത്തി. നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ അവിടെ തന്നെയാണ് കഴിച്ചത്. പിന്നെ രാവിലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഹലോ ഗുഡ് മോർണിംഗ്. ഇപ്പം രാവിലെ ഇപ്പം നമ്മൾ കൊടൈക്കനാലിലുള്ളത്. ഇന്ന് നമ്മൾ റിട്ടേൺ അടിക്കാണ്. പോണ വയ്ക്ക് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ മാറ്റി കഴിയുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്റ്റേൻ്റെ അടുത്ത് എന്തോ ഒരു
അവിടെ എന്താ കേറില്ല മക്കള് ഇതെന്താ മേലൊക്കെ ഇങ്ങനെ കയറുക കൂടെ ഇവിടെ ചെറിയൊരു എന്താ പറയുക തോട്ടം പോലൊക്കെ ഉണ്ട് ഞാൻ. അപ്പോൾ ട്രക്കിങ്ങോ രാവിലെ തന്നെ ട്രക്കിങ്ങിന് പോകണം. അപ്പോൾ മാറ്റി സുന്ദരി ആയിട്ടുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ട്രക്കിങ്ങിന് കയറുകയാണ്. ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂട്ടി ഓരോ കൊണ്ടുവന്ന ടാസ്ക് ആവും. വേണ്ട. അപ്പോൾ നമ്മളിത് ക്യാൻസൽ ചെയ്തു. കാരണം കുറേ അങ്ങോട്ട് കയറാണ്ട്. ഞാനിപ്പോൾ മാറ്റി നല്ല വൃത്തിയിലുമേ ഇറങ്ങി. അപ്പോൾ നമ്മൾ ട്രാവലറൊക്കെ സെറ്റ് ചെയ്യാം. നമ്മളെല്ലാവരും വണ്ടി കയറി. അപ്പോൾ മോർണിംഗ് ആകുമ്പോൾ നമ്മൾ പോകാനുള്ള പ്ലാനാണ്. ഇപ്പോൾ സമയം എത്രയായി? 10 മണിയാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് റിസോർട്ടിൽ നിന്ന്. അടിപൊളി വ്യൂ ആണ് ഇവിടെയൊക്കെ കാണാൻ സ്ഥലമാണ്. കൊടൈക്കനാൽ മൊത്തമായിട്ട് ഇവിടെ നിന്ന് കാണാം കേട്ടോ. പാത്തുമ്മ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഇതാണ് ഫോട്ടോഗ്രാഫർ പാത്തുമ്മ. പാത്തോ എന്നെ ഫോട്ടോ എടുക്കുക. സ്ഥലം വൈബോസ്കി സ്ഥലം. അപ്പം ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി കാണാം. അതിന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഇന്നലെ കയറിയ സെയിം ഹോട്ടലിലാണ്. കാരണം അത് നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം നമ്മുടെ നാട്ടിലത്തെ ഒരു ടേസ്റ്റുള്ള ആ ഫുഡാണ്. ഉമ്മച്ചി കാക്ക എന്തിനീ സാഗരം കണ്ണുനീരില്ല കവിളിൽ തലോടി പൈനാപ്പിൾ പെണ്ണ് ചോക്ലേറ്റ് പീസ് പ്രേമിച്ചു വളയ്ക്കാതെ ഓ ഓ സൈനബ പോലെ വന്നതെന്തിനാണു നീ നിർത്തി പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും പുഴയാകും. അപ്പൊ സ്ഥലത്തി അപ്പൊ കഴിഞ്ഞിട്ട് വേറെ കൊറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പൊ എല്ലാരും മുത്താപ്പല്ല മുത്താപ്പ എന്താ ഷെബി പനിക്കെന്തി വാങ്ങി തരാൻ പൂതിണ്ടോ? ആണ് ഇവിടെ പോർച്ച് വെള്ള അത് ഹെലികോപ്റ്റർ ഇതാ. എടുക്കില്ലേ അങ്ങോട്ടേ അങ്ങോട്ടേ കോട ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. നല്ല അടിപൊളി കോടാണ്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ കോട പോകും. അപ്പോൾ ഇവിടെ എല്ലാവരും ഫോട്ടോഷൂട്ടിലാണ്. അടിപൊളിയായിട്ടുണ്ട്. ഫോട്ടോ ഫുൾ കോട ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. മൊത്തം കോടയാണ്. വയനാട് പോയിട്ട് നമ്മൾ കോടമഞ്ഞിൽ ഹോഹോയി പാട്ട് പാടിയിട്ട് കോടമഞ്ഞ് വന്നില്ല. നമ്മളിവിടെ വന്ന് പാട്ട് പാടേണ്ടത് കോടമഞ്ഞ് വന്നിട്ടുണ്ട്. മൂന്നാർ ഫുൾ കോടമഞ്ഞല്ലോ. മൂന്നാറിലല്ലത്, കൊടൈക്കനാലിൽ ഫുള്ള് കോടമഞ്ഞ്. ഇവിടെ കോടമഞ്ഞിന്ന് 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 ഒരു പാട്ടോട്. കോടമഞ്ഞിന് ഹോ ഹോ തായ്വരയിൽ ഹോ ഹോ
ഗുണാക്കേവിലാണ് നമ്മളുള്ളത്. നല്ല തിരക്കുണ്ട്, വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഫുള്ള് തിരക്കാണ് ഇവിടെ. ഷെഫീക്ക അമ്മാരത്തെ വേണം, നല്ലോണം ചെറുത്ത്. മങ്കിതവിടെ ഹായ് പറ, ഞാൻ പറ്റിച്ചതാ. അവിടെ അതാടാ ഫുള്ള് കോട വന്നത്. മഴയോ അല്ലാ, എന്തായാലും അങ്ങനെ നമ്മള് പോയിക്കൊണ്ട് ഉള്ളിലേക്ക് കയറിക്കുന്നു. നല്ല കൊടഭംഗിയുണ്ട്. നമ്മളെക്കാട്ടി മുന്നേ ആൾക്കാരുണ്ട്. നമ്മളെക്കാട്ടി മുന്നേ ഇവിടെ വന്ന് ഈ ശരി. നിങ്ങളെന്താ ഇവിടെ? കളിയാക്കി കൊല്ല മനുഷ്യന്മാർ കളിയാക്കി കൊല്ലാന്ന് പറഞ്ഞാൽ ഇവരെ പോയി കഴിച്ചിട്ടേ ഉള്ളൂ. നമ്മളത് ഫോട്ടോ കൊടുത്ത് ഹിസ്റ്ററി അല്ല, ഓനൊരു കമലാസന്റെ ഫിലിമുണ്ട്. അതിലൊരു പെണ്ണെ തട്ടി കൊണ്ടുവന്നിട്ട് ഓന് ഇവിടുത്തെ ഒരു കേവിന്റെ ഉള്ളിൽ, അതായത് ഗുഹാന്റെ ഉള്ളിലാണ്. അതിൽ ഓന്റെ പേര് ഗുണാന്നാ. അങ്ങനെയാണ് ഗുണാക്കേവ് എന്ന് പേര്. ഇപ്പോഴും കുറെ കാലം മുന്നേ പേരാണ് ചോദിക്കുന്നത്. എല്ലാത്തിനും അറിവായില്ലേ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നതാണ്. അത് നമ്മൾ ഉണ്ടാക്കണല്ല, അത് അമ്മായി മണ്ണ് കൊച്ചു പോയതാണ്. എങ്ങനെ മങ്കി ഇവിടെ വന്നത്? എങ്ങനെ വന്നതാ അറിയില്ല. നോക്കി കേറണ കഴിഞ്ഞോ? ഫോട്ടോ എടുത്ത് കഴിഞ്ഞോ? എന്നാ പോവാ. അങ്ങനെ നെക്സ്റ്റ് നമ്മള് പോവാന്ന സ്ഥലം ഡെസ്റ്റിനേഷൻ. നെക്സ്റ്റ് നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. അത് ഇവിടെ സ്ഥലം പൈൻ ഫോറസ്റ്റിൽ നമ്മള് സെറ്റ് ആക്കുന്നു. ഇത് പുതിയ ഇവിടെ കിട്ടിയ നമ്മളെ പയ്യൻസ്. പേര് മലപ്പുറക്കാരാണ്. കുറേ നേരമായി ഇവിടുത്തെ പോലെ ഡ്രൈവറാണ്, മെയിൻ ഡ്രൈവർ. അങ്ങനെ അവര് പറയാൻ പറഞ്ഞ. അപ്പം മച്ചൂന് നമുക്ക് ഇവിടുന്ന് കിട്ടിയാണ്. എല്ലാവരും സെറ്റാണ്, ഓണാണ്, പവറല്ലേ. പാത്തു അറിയാണ്ട് സ്കിപ്പാനുള്ള പരിപാടിയാണ്. രക്ഷപ്പെടും പാത്തു. അപ്പൊ അങ്ങനെ പാത്തു ജസ്റ്റ് വിസില് ടിക്കറ്റ് എടുത്തിട്ടാ കയറി. ഉടായ്പിലൂടെ കയറി ഓസി അടിച്ച് പാത്തു. അങ്ങനെ പാത്തു ചലഞ്ച് വിജയിച്ചിരിക്കുന്നത്. തുടങ്ങിയോ? ഒരു സ്റ്റെപ്പിട്ടാണ് എല്ലാരും. അതങ്ങനെ അടി തട്ടൊക്കെ പറഞ്ഞിരുന്ന വീഡിയോ
അവിടെ പോയില്ലേ സാഹസം കിട്ടി നോക്കോ മനുഷ്യൻ കിട്ടില്ല മനുഷ്യൻ മരിച്ചു മനുഷ്യൻ കിട്ടില്ല വണ്ടി പോകണ ഫുള്ള് മഞ്ഞമായ വണ്ടി വണ്ടി കാണില്ല സ്റ്റാർട്ടാവില്ല എഞ്ചിന് ലാസ്റ്റ് നമ്മൾ എഞ്ചിന്റെ അടിയിൽ തീയിട്ട് എഞ്ചിൻ ചൂടാക്കിക്കാൻ പറ്റില്ല റോഡ് കാണുന്നുണ്ട് ഒരാളോ അപ്പൊ എല്ലാവരും നിങ്ങൾ ആ തട്ടി കൊണ്ട് ആൾക്കാരെ അന്ന് റാഷൻ അറിയാക്കാൻ ഒരു നൊസ്റ്റ് അടിക്കണ്ടേ ഇങ്ങനെ കോയിലോട്ട് പോകുമ്പോ നല്ല അടിപൊളി മധുരം. ഇത് അട്ടുക്കൽ ഞാൻ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അട്ടുക്കൽ യൂട്യൂബിലുണ്ട് യൂട്യൂബിലുണ്ട്. അതെ അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഒന്ന് ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടി പെട്രോൾ പമ്പിൽ നിർത്തിയതാണ്. ഇപ്പൊ ഇതാ ഇത് നമ്മളെ സ്വന്തം ഡ്രൈവർ. എന്തുണ്ടെങ്കിലും ട്രാവലൊക്കെ വേണമെങ്കിൽ ഇവരെ വിളിച്ചാൽ മതിട്ടോ. എന്റെ പേരെന്തേനു? ഗോകുല്. ഞാൻ നമ്പർ ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. ഇത് നമ്മളെ അമ്മായി കൊയിങ്ങിക്ക് ഇതൊക്കെ ഛർദിച്ച് കൊയിങ്ങിയതാട്ടോ. പാവാണ്. തണ്ണി കൊടു. ഇവരല്ല ഇവരല്ലേ വേറെ ആരോ. ഒന്നിനെത്ര? 50. 50 നിങ്ങളെന്താണിത്? വാങ്ങിയില്ല. അപ്പൊ 40 രൂപയ്ക്ക് തരുന്നു. നിങ്ങളൊരു 40 കൊടുത്താൽ രണ്ടും കൂടി ഒരു 80 ഒക്കെ വാ അണ്ണാ. 80 അണ്ണാ ഇങ്ങനെ പറയല്ലേ. അണ്ണത് തേങ്ങ അതില് വെള്ളമില്ല. അണ്ണ വെള്ളം നെഹി ഇന്ത്യയൊക്കെ വരുന്നതിന്റെ പേര് നിങ്ങൾ പറ്റിക്കാൻ പോവാ. ഇരിക്കൊന്നുമില്ല. എനിക്ക് കരിക്കുള്ളത് ൊത്തിച്ചിന് തേങ്ങ തിന്നാ അത് വണ്ടിയിലേക്ക് ചോളിമ്മ. പിന്നെ കാമ്പൊക്കെ ഉണ്ടാവും. സ്ട്രോ അടിക്കോ കുടിക്കുന്ന അവിടെ പേന്ത്. പുതിയ ആൾക്കാരാട്ടോ. എന്താ പേരെന്തേലും? ഷമ്മാസ്. ഇയാളെ പേര് നിസാം. അതോ റിഷൽ. മുപ്പരാളെ പോയിട്ട് അവിടെ ഹിന്ദി പറഞ്ഞേ. അതല്ല അതെന്നാ കിട്ടുമോ? അയാൾക്ക് മലയാളം ഇറങ്ങിയതായി. എന്റെ അമ്മച്ചി കച്ചറുണ്ടാക്കി വാങ്ങിയ തേങ്ങാണ്. എനിക്ക് വേണോ? വേണോ? അടക്ക് ഞാൻ അമ്മച്ചിനോട് പറയട്ടെ. അടക്ക് നന്നൂലേ? ഇങ്ങനെ വെളുക്കുള്ളൂ. അല്ല നമ്മളിവിടുത്തെ പരിചയപ്പെട്ടൊരു ഈന്റെ തോട്ടത്തിലാട്ടോ നിന്നത്. നോക്കിയാ രസം. മധുരണ്ട്. ഇത് മധുരണ്ട്. മധുരണ്ട്. ഒരു വിശ്വാസം ഇല്ലാത്ത ഒരു കള്ളത്തിന് പറയല്ല. കാര്യം പറഞ്ഞ ഒരായിട്ട് നടുവില നിന്നത്. ഇനി തീർന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നിസാമല്ലേ? കാളിക്കാവ് അടുത്തേച്ചാളി. നമ്മള് കോഴിക്കോട് കിട്ടിയ ഫ്രണ്ട്സ് പോവാണ് കേട്ടോ. ഇഞ്ചി എന്റെ എത്ര വേണോ? എനിക്ക് 3 എന്റെ പറ വേണ്ടില്ല. ഞാൻ ഒന്നില്ല അതിന് പ്രതീക്ഷിച്ച് കൊണ്ടുപോയാണോ? ഇയാൾക്ക് നല്ല ചെലവ് കണ്ടില്ലേ? ആ വെട്ടണ വെട്ടെന്താ പറയാ പിഞ്ചിനോടുള്ള ദേഷ്യമാണ്.
മാന്തി മാന്തി തിന്നുന്ന ഷെഫീക്ക. എനിക്ക് വേണ്ട അങ്ങനെ. അങ്ങനെ നമ്മളവിടുന്നൊക്കെ വിട്ട് ഇപ്പൊ പാലക്കാട് ഏരിയയിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ കയറിയതാണ്. നമ്മളെല്ലാവരും നല്ലോണം ഉറങ്ങി, അതിനെക്കൊണ്ട് വീഡിയോ ഒന്നും കൂടുതൽ എടുത്തിട്ടില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നേരെ വീട്ടിലേക്ക് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ.